മുതിർന്ന കോൺഗ്രസ് നേതാവ് തെന്നല ബാലകൃഷ്ണപിള്ള അന്തരിച്ചു. വാർദ്ധക്യ സഹജമായ ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് തിരുവനന്തപുരത്ത് അദ്ദേഹത്തിന്റെ അന്ത്യം സംഭവിക്കുകയായിരുന്നു. വിട പറയുന്നത് അടിമുടി കോൺഗ്രസ് പ്രവർത്തകനായിരുന്ന സൗമ്യനായ നേതാവാണ്. മൃദുഭാഷി, സുസ്മേധവദനൻ, കളങ്കമേൽക്കാത്ത രാഷ്ട്രീയ ജീവിതത്തിന്റെ ഉടമ. അങ്ങനെ തെന്നലയ്ക്ക് വിശേഷണങ്ങൾ ഏറെയാണ്. മണ്ഡലം, ബ്ലോക്ക്, DCC, KPCC തലങ്ങളിൽ പാർട്ടി ഭാരവാഹിയായി പ്രവർത്തിച്ചപ്പോഴെല്ലാം തെന്നല വിവാദങ്ങൾക്ക് അതീതനായിരുന്നു. പാർട്ടിക്ക് വേണ്ടി പലതും ചെയ്തിട്ടുണ്ടെങ്കിലും പാർട്ടിയോട് ഒന്നും ചോദിച്ചു വാങ്ങുവാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല. എന്നാൽ മാറ്റുകുറയാത്ത വിശ്വസ്തതയുടെയും കൂറിന്റെയും പ്രതിഫലമായി പാർട്ടി പദവികൾ അദ്ദേഹത്തെ തേടിയെത്തി. 2 തവണ KPCC അധ്യക്ഷനായെങ്കിലും മന്ത്രിപദവി അദ്ദേഹത്തിന് അന്യമായിരുന്നു. സ്ഥാനമാനങ്ങൾക്കായി ഓടി നടക്കാത്ത നേതാവായിരുന്നു അദ്ദേഹം. പലപ്പോഴും സ്വയം പിന്മാറിയ നേതാവായിരുന്നു തെന്നല. പാർട്ടിയുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനമാകാതെ വന്നപ്പോൾ എല്ലാം അവസാനം ആ പേരിൽ വന്നു ചേർന്നു: തെന്നല ബാലകൃഷ്ണപിള്ള. ശൂരനാട് തെന്നല വീട്ടിൽ N. ഗോവിന്ദപിള്ളയുടെയും ഈശ്വരി അമ്മയുടെയും പുത്രനായി 1931 മാർച്ച് 11 ജനിച്ചു. സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം തിരുവനന്തപുരം MG കോളേജിൽ നിന്നും ബിരുദം നേടി. കോൺഗ്രസിന്റെ വിവിധ പ്രാദേശിക ഭാരവാഹിത്വങ്ങൾ വഹിച്ച ശേഷം DCCയിലും KPCCയിലും എത്തി. 5.5 വർഷത്തോളം കൊല്ലം DCC അധ്യക്ഷനായി. പിന്നീട് 1977ലും 1982ലും അടൂരിൽ നിന്നും MLA ആയി. 1998ൽ വയലാർ രവിക്ക് പിന്നാലെയാണ് തെന്നല ബാലകൃഷ്ണപിള്ള ആദ്യം KPCC അധ്യക്ഷനായത്. 1998 മുതൽ 2001 വരെ അധ്യക്ഷ പദവി തുടർന്നു. പിന്നീട് 2004 മുതൽ 2005 വരെയും KPCC അധ്യക്ഷ പദവി വഹിച്ചു. 1991ലും 1992ലും 2003ലും കേരളത്തിൽ നിന്നുള്ള രാജ്യസഭാ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടു. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതം തുടങ്ങുന്നത് ശൂരനാട് വാർഡ് കമ്മിറ്റി അംഗമായിട്ടാണ്. പിന്നെ ഓരോ ഘട്ടങ്ങളിലും പടിപടിയായി കയറ്റം തുടങ്ങി. 1998ലും 2004ലും KPCC അധ്യക്ഷനായിരുന്നു. ഒരിക്കൽ പോലും മത്സരത്തിലൂടെയല്ല പാർട്ടി സ്ഥാനങ്ങളിൽ എത്തിയത്. അടൂർ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് 1977ലും 1982ലും നിയമസഭയിലെത്തി. 1967, 80, 87 വർഷങ്ങളിലെ നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ പരാജയപ്പെട്ടു. 1991ലും 1992ലും 2000ലും രാജ്യസഭയിലേക്കും തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. അഴിയാക്കുരുക്കുകളിൽപ്പെട്ട് പാർട്ടി ശ്വാസം മുട്ടിയപ്പോൾ തെന്നല ജീവശ്വാസമായി വന്നു. 89ൽ തദ്ദേശഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിനെ ചൊല്ലി തർക്കമുണ്ടായപ്പോൾ, 92ൽ ഗ്രൂപ്പുകൾ കൊമ്പുകോർത്തപ്പോൾ, 96ൽ തദ്ദേശഭരണ സ്ഥാപനങ്ങളിലെ തിരഞ്ഞെടുപ്പ് കോൺഗ്രസിൽ പൊട്ടിത്തെറി വഴിവെച്ചപ്പോഴും, ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കരുണാകരൻ പരാജയപ്പെട്ടപ്പോഴും ഇങ്ങനെ വിവിധതര ഘട്ടങ്ങളിലും തെന്നല പാർട്ടിക്ക് രക്ഷകനായി മാറിയിരുന്നു. തന്നെ ഏൽപ്പിച്ച എല്ലാ ചുമതലകളും മറ്റാരേക്കാളും കർത്തവ്യബോധത്തോടെയും ഉഷാറായും നിർവഹിച്ചു. ഗ്രൂപ്പുകൾക്ക് അതീതനെന്ന പ്രതിച്ഛായ അദ്ദേഹത്തെ കൂടുതൽ ഉത്തരവാദിത്തത്തിലേക്ക് എത്തിച്ചു. 2 വട്ടം രാജ്യസഭയിലേക്ക് നറുക്കു വീണിട്ടും അദ്ദേഹം പ്രത്യേകിച്ച് ഒരു പ്രയത്നവും അതിനുവേണ്ടി നടത്തിയിട്ടില്ല എന്നതാണ് സാരം. 2001ൽ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ UDFന് തിളക്കമാർന്ന വിജയം നേടിക്കൊടുത്ത ശേഷം KPCC പ്രസിഡന്റ് പദവിയിൽ നിന്നും പുറന്തള്ളപ്പെട്ടു. ആരോടും പരാതിയില്ലാതെ ഒഴിഞ്ഞുകൊടുത്ത അദ്ദേഹം പിന്നീട് 2004ൽ അതേ പദവിയിൽ തിരിച്ചുവരികയും ചെയ്തു. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പാർട്ടി വൻ തോൽവി ഏറ്റുവാങ്ങിയ പശ്ചാത്തലത്തിലാണിത്. 2003ൽ രാജ്യസഭാ തിരഞ്ഞെടുപ്പ് സമയത്ത് ഗ്രൂപ്പ് പോര് പിളർപ്പിലേക്കെത്തുമെന്ന് വന്നപ്പോഴും തെന്നല സ്ഥാനാർത്ഥിയായി വിജയിച്ചു. വിവാദത്തിൽ നിന്നെല്ലാം അകലം പാലിച്ച് അദ്ദേഹം നിന്നു. KPCC യോഗത്തിൽ അടക്കം ആരോഗ്യം അനുവദിക്കുന്ന കാലത്തെല്ലാം അദ്ദേഹം പങ്കെടുത്തിരുന്നു. മറ്റെല്ലാ പരാജയപ്പെട്ടപ്പോഴും തെന്നല എന്നത് പ്രശ്നവേളകളിൽ കോൺഗ്രസിന്റെ വിജയ ഫോർമുലയായിരുന്നു. പാർട്ടിയിലെ ഗ്രൂപ്പ് വ്യതിയാനങ്ങൾക്ക് തെന്നല ബാലകൃഷ്ണപിള്ളയെന്ന സിദ്ധൌഷധം പലതവണ പരീക്ഷിച്ചിട്ടുമുണ്ട്. ഉൾപോരുകൾ ലക്ഷ്മണരേഖ ലംഘിക്കുമ്പോൾ തെന്നല കമ്മിറ്റിയെ പ്രശ്നപരിഹാരത്തിന് നിയോഗിക്കുക കോൺഗ്രസിലെ പതിവ് പാരമ്പര്യമായിരുന്നു. തർക്കങ്ങളുടെ കൊടുങ്കാറ്റ് വീശുമ്പോൾ ഇളം തെന്നൽ പോലെ കടന്നുവരുന്ന തെന്നല അത് ശമിപ്പിക്കാൻ വഹിക്കുന്ന പങ്ക് ചില്ലറയൊന്നും തന്നെയല്ല.
89 തദ്ദേശഭരണ സ്ഥാപനങ്ങളിലെ തിരഞ്ഞെടുപ്പിനെ ചൊല്ലി തർക്കമുണ്ടായപ്പോൾ 92 സംഘടനാ തിരഞ്ഞെടുപ്പിനെ തുടർന്നും ഗ്രൂപ്പുകൾ കൊമ്പുകോർത്തപ്പോൾ 96 വീണ്ടും തദ്ദേശഭരണ സ്ഥാപനങ്ങളിലെ തിരഞ്ഞെടുപ്പും കോൺഗ്രസിൽ പൊട്ടിത്തെറികൾ വഴിവെച്ചപ്പോഴും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തൃശൂരിൽ കരുണാകരൻ പരാജയപ്പെട്ടപ്പോഴും നിയമസഭാ ലോക്സഭാ തിരഞ്ഞെടുപ്പുകളുടെ സമിതി പ്രചരണ സമിതി ഉണ്ടാക്കിയപ്പോൾ പ്രതിസന്ധികളിലും പ്രശ്നവേളകളിലും തന്നലയുടെ സാന്ത്വന സ്പർശമാണ് പാർട്ടിയെ കാര്യമായ ക്ഷതമേൽക്കാതെ രക്ഷിച്ചത്. രാജ്യസഭാ അംഗമായിരിക്കെ നദീസംരക്ഷണ അതോറിറ്റി, പെറ്റീഷൻ കമ്മിറ്റി, ദേശീയ ഷിപ്പിംഗ് ബോർഡ്, റബ്ബർ ബോർഡ്, സ്പെഷ്യൽ എക്കണോമിക് സോൺ സബ് കമ്മിറ്റി, കമ്മിറ്റി ഓൺ കൊമേഴ്സ് തുടങ്ങിയവയിൽ അംഗമായിരുന്നു. കേരള അയ്യപ്പസേവാ സംഘത്തിന്റെ പ്രസിഡന്റായും പ്രവർത്തിച്ചിട്ടുണ്ട്. സതീദേവിയാണ് ഭാര്യ. ഒരു മകളുമുണ്ട്. ഭൗതികദേഹം ആശുപത്രിയിൽ നിന്ന് തിരുവനന്തപുരം നെട്ടയം മുക്കോലയിലെ വസതിയിലേക്ക് കൊണ്ടുപോകും. സംസ്കാരം പിന്നീടായിരിക്കും.